Once again, thanks for your exemplary rhetoric oration. May Allah bestow His peace, mercy and blessings upon you. പ്രത്യേകം ശ്രദ്ധിക്കുക, KNM ജില്ലാ ഭാരവാഹികളുടെയും മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരുടെയും അടിയന്തര യോഗം അബുദാബി കോംപ്ലക്സിൽ ആരംഭിക്കുന്നതാണ് എന്ന് KNM ജനറൽ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് അബുദാബി കോംപ്ലക്സിൽ എത്തിച്ചേരേണ്ടതാണ്. പഠന ക്യാമ്പിൽ സമർപ്പിത യൗവനം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യുവ പണ്ഡിതൻ PMA ഗഫൂർ അതിനായി സ്നേഹാദരം ക്ഷണിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, KNM ഭാരവാഹികളുടെ യോഗം നടക്കുന്നത് നമ്മുടെ യുവതാ നഗർ വേദിയുടെ പിറകുവശത്താണ് എന്ന് പ്രത്യേകം ഭാരവാഹികളെ ഉണർത്തുന്നു. പ്രഭാഷണം നിർവഹിക്കാൻ PMA ഗഫൂർ സാഹിബിനെ സ്നേഹാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വളരെ പ്രിയമുള്ള എൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഇവിടെ ചെലവഴിക്കുന്ന സമയവും ഒരു സ്വാലിഹായ അമലായി ദയാലുവായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമ്മേളനങ്ങൾ കൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സമ്മേളനങ്ങൾ കൊണ്ടുള്ള ഏറ്റവും വലിയ കാര്യം നമ്മൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. നടന്ന വഴികളെക്കുറിച്ച് ആലോചിക്കുവാനും നടക്കാനിരിക്കുന്ന ദൂരങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുമുള്ള സംഗമമാണ് നമ്മുടെ കൂടിച്ചേരലുകൾ. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പുനർവിചാരങ്ങളാണ് ഇത്തരം കൂടിച്ചേരലുകളിൽ നമ്മുടെ മനസ്സിൽ നിരന്തരമായി ഉയർന്നു പോകേണ്ടത്. സമ്മേളനത്തിന് വന്നപ്പോൾ ഉള്ളതിനേക്കാൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും പരലോകമെന്ന പ്രതീക്ഷയും സർവമനുഷ്യരോടുമുള്ള സ്നേഹവും വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞുകൊണ്ടുള്ള ഒരു മനസ്സോടുകൂടി ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നവർ മഹാഭാഗ്യവാന്മാർ. അല്ലാത്ത ആളുകൾ നഷ്ടക്കാരാണ്. ആ വിജയികളിൽ ഉൾപ്പെടുവാനുള്ള ശ്രമം എൻ്റെയും നിങ്ങളുടെയും ഭാഗത്ത് നിന്നുണ്ടാകണമേ എന്ന് തുടക്കത്തിലെ ആഗ്രഹിക്കുകയാണ്. എല്ലാ മനുഷ്യരും ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ കാരണം ജീവിക്കുന്നത് പോലെ എളുപ്പമല്ല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുവാൻ. ജീവിതത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ ദൗത്യം. പല രീതിയിൽ ജീവിതത്തെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഒരു തമാശയായി, ചില വിനോദങ്ങൾക്കുള്ള ഇടവേളകളായി ഒരായുസ്സിനെ സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ സെക്കൻഡും വിചാരണ ചെയ്യപ്പെടുന്നതാണ് എന്ന ഓർമ്മയോടുകൂടി ഒരായുസ്സിനെ ധന്യമാക്കാൻ കഴിയുന്നവരാണ് ജീവിതത്തിലെ വിജയികൾ. നമ്മൾ സ്നേഹത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മക്കൾ, ആ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിതത്തിന് ആവശ്യമായ സൗകര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കേണ്ടതിനാവശ്യമായ പരിശ്രമങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ആ മക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കളുടെ ജീവിതം. അവരുടെ അധ്വാനം, അവരുടെ പരിശ്രമങ്ങൾ, അവരുടെ സമ്പാദ്യം എല്ലാം. മനുഷ്യർ തെറ്റ് ചെയ്യുന്നത് പോലും മക്കൾക്ക് വേണ്ടിയാണ്. പലപ്പോഴും ആളുകൾ മോഷ്ടിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോ തെറ്റ് ചെയ്യാൻ പോലും നമ്മളെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ പലരെയും അതിന് പ്രേരിപ്പിക്കുന്ന
മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്നേഹമാണ് മക്കളോടുള്ള സ്നേഹം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഗൾഫിൽ റൂമിൽ താമസിച്ചിരുന്ന ഒരാള് 30-ലേറെ വർഷം അദ്ദേഹം ഗൾഫിൽ ജീവിച്ചു. അങ്ങനെ നാട്ടിലേക്ക് ഗൾഫ് ജീവിതം മതിയാക്കി തിരിച്ചു പോകുമ്പോൾ ആ പാവം മനുഷ്യന് ഒരു സമ്മാനം കൊടുക്കാൻ റൂമിലുള്ള എല്ലാ ആളുകളും തീരുമാനിക്കാണ്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്താണ് പറയുന്നതെങ്കിലും ഞങ്ങൾ വാങ്ങിത്തരും, അതാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം. അദ്ദേഹം വേണ്ട എന്നൊരുപാട് തവണ പറഞ്ഞു. അവര് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരാഗ്രഹം പറഞ്ഞു. ആ ആഗ്രഹം എങ്ങനെയായിരുന്നു? എന്നും അദ്ദേഹം ജോലിക്ക് പോകുന്ന വഴിവക്കിൽ പീടികയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴിയുണ്ട്. അദ്ദേഹം പറയാണ്, ഒരു ഷവായ കഴിക്കുക അല്ലെങ്കിൽ ഒരു ഷവർമ കഴിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അദ്ദേഹത്തിന്റെ മക്കൾ ഒരു പക്ഷേ അത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ 32 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പാവം മനുഷ്യൻ അത് കഴിച്ചിട്ടില്ല. നമ്മുടെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആള് നാട്ടിലേക്ക് വന്നു. ലീവ് കഴിഞ്ഞിട്ടും അദ്ദേഹം പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പൊ വിളിച്ചു ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, എന്താണ് ഗൾഫിലേക്ക് തിരിച്ചു വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ പാവം മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഒരു പല്ല് വരുന്നുണ്ട്, ആ പല്ല് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഒരു പാവം മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണത്. ആ കുട്ടിക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത്. ആ കുട്ടിയെ ഇനി എന്നാണ് അയാൾ കാണുക എന്ന് വർഷങ്ങൾ എടുക്കും അതിന്. മക്കൾക്ക് വേണ്ടിയുള്ള ഒരാളുടെ ജീവിതം, അധ്വാനം. ശരി, ആ മകൻ അല്ലെങ്കിൽ ആ മകൾ വളർന്നു വന്ന് ഒരു ജോലിയിലൊക്കെ ആയി ഒരു ശമ്പളക്കാരായി തീർന്നതിന് ശേഷം ഈ വാപ്പയെയും ഈ ഉമ്മയെയും അല്ലെങ്കിൽ ഈ അച്ഛനെയും ഈ അമ്മയെയും ആ മക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല എങ്കിൽ, ആ ഉമ്മയുടെ ആ ഉപ്പയുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എങ്കിൽ, ഒരു തീരുമാനത്തിൽ അവരുടെ അഭിപ്രായം പരിഗണിക്കുന്നില്ല എങ്കിൽ ആ മാതാപിതാക്കൾക്ക് എത്ര സങ്കടം ഉണ്ടാവും? അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ്. വളരെ സ്വാതന്ത്ര്യമുള്ള ആളുകളോട് അവർ പറയും, ആ വിഷമം അവർ പങ്കുവെക്കും. കൂട്ടത്തിൽ അവരൊരു കാര്യം പറയും, അവന് അല്ലെങ്കിൽ അവള് ഇപ്പൊ ഞങ്ങൾക്കൊരു വില തരുന്നില്ല എന്ന് പറയും. അതാണ് അവർ പറയാം. എന്നാൽ ഇതേ വാക്ക് ദയാലുവായ അള്ളാഹു ഒരുപക്ഷെ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച്, നമ്മിൽ പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്, അതവർ കൊടുക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു മുൻഗണനയുണ്ട്, അതവർ കൊടുക്കുന്നില്ല. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? ഞാൻ തീർച്ചയായും മനസ്സിലാക്കുന്നു ഇത് എന്നെ കുറിച്ചാണ് എന്ന്. അല്ലേ? എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. പക്ഷെ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട്? മൊബൈൽ ഫോണിൽ നമുക്കിഷ്ടമുള്ള ആളുകളോട് മണിക്കൂറുകൾ നേരം നമ്മൾ സംസാരിക്കും. പക്ഷേ നമ്മുടെ നിസ്കാരങ്ങൾ എത്ര പെട്ടെന്നാണ് തീർന്നു പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം അതിലേറെ വേഗം തീർന്നു പോകുന്നു. എന്തേ അള്ളാഹുവിനോടൊന്നും പറയാനില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് മണിക്കൂറുകൾ നേരം സംസാരിക്കുന്നു. എന്നാൽ അതിലേറെ ഉള്ളു തുറന്ന് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷകളും പ്രത്യാശകളും പശ്ചാത്താപവും പങ്കുവെക്കേണ്ട സാന്നിധ്യമാണ് അള്ളാഹുവിന്റെ സാന്നിധ്യം. പക്ഷെ ആ സാന്നിധ്യം നമ്മെ ഒട്ടും മനസ്സ് തുറന്ന് ആലോചിപ്പിക്കുന്ന വിധത്തില് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല എങ്കിൽ, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ആ ഈമാൻ എങ്ങനെയാണ് ഞാനും നിങ്ങൾ സ്വീകരിച്ചത് എന്ന ആലോചനയാണ് അവിടെ പ്രധാനം. അത് വിശ്വാസമായിട്ടാണ് നമ്മൾ സ്വീകരിച്ചതെങ്കിൽ ഇത്രയൊക്കെ കാണൂ. വിശ്വാസമല്ല ഈമാൻ. ഈമാൻ എങ്ങനെയാണ് വിശ്വാസമാവുക? ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട് എന്നുള്ളത്
വിശ്വാസമാണോ ഉറപ്പാണോ? നമ്മൾ പറയും അത് ഉറപ്പാണ്. നമ്മുടെ പിറകിൽ ഇത്രയും പ്രഗത്ഭരായ ആളുകൾ ഇരിക്കുന്നു, അവരിവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പാണോ? നമ്മൾ പറയും അത് വിശ്വാസമല്ല, ഉറപ്പാണ്. എനിക്കും നിങ്ങൾക്കും വിശ്വാസമുണ്ട് എന്നുള്ളത്, നമ്മൾ ഈ കാണുന്നതൊക്കെ സത്യമാണ് എന്നത് വിശ്വാസമാണോ ഉറപ്പാണോ? നമ്മൾ പറയും അത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരല്ലാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പാണോ? ഉറപ്പാണത്. അത് വിശ്വാസമല്ല. വിശ്വാസം എന്നൊരു അർത്ഥം അതിനുണ്ടാകാം, പക്ഷെ നമുക്കത് വേണ്ട. സ്വലാത്ത് എന്ന പദത്തിന് ഒരർത്ഥമുണ്ട്, പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ ആ അർത്ഥം മാറി. സക്കാത്ത് എന്ന പദത്തിനൊരർത്ഥമുണ്ട്, പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ ആ അർത്ഥം മറ്റൊന്നായി മാറി. ഹജ്ജ് എന്ന പദത്തിന്റെ അർത്ഥം ലക്ഷ്യമെന്നാണ്, എയിം എന്നാണ്. പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ അതിന്റെ അർത്ഥം മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈമാൻ എന്ന പദത്തിന്റെ ആശയമാണ് നമ്മൾ പുനരാവിഷ്കരിക്കേണ്ടത്. എന്റെയും നിങ്ങളുടെയും സ്വകാര്യവും പരസ്യവുമായ ജീവിത വഴികൾ മുഴുവനും സ്വാധീനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, വിശുദ്ധമാക്കുന്ന മനസ്സിന്റെ ഉള്ളറകളിലേക്ക് വജ്ര വെളിച്ചം പോലെ തുളച്ചു കയറുന്ന ഈമാനിന്റെ സ്വാധീനമാണ് ഞാനും നിങ്ങളും തിരിച്ചു പിടിക്കേണ്ടത്. അതാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് ചോദിച്ചത്. ആ ചോദ്യം അവരോട് മാത്രമായിരുന്നില്ല, എന്നോടും നിങ്ങളും കൂടിയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: വമാലക്കും, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ലാ തർജൂന ലില്ലാഹി വഖാറ, എന്താണ് അള്ളാഹുവിന് നിങ്ങളൊരു വഖാറത്ത് കൊടുക്കാത്തത്? വഖാറത്ത് എന്ന പദത്തിന് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയാസകരമാണ്. ആ വഖാറത്താണ് ഈമാൻ. ഒരു അധ്യാപകൻ അടുത്തുണ്ട് എങ്കിൽ ആ അധ്യാപകന്റെ വിദ്യാർത്ഥി എത്ര ആഗ്രഹമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുകയില്ല. മാതാപിതാക്കൾ അടുത്തുണ്ട് എങ്കിൽ അവരുടെ മകൻ അല്ലെങ്കിൽ അവരുടെ മകൾ എത്ര ആഗ്രഹമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുകയില്ല. അതിന്റെ കാരണം എന്താണ്? അവരവിടെ ഉണ്ട് എന്ന വഖാറത്താണത്. ആ വഖാറത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ വിശദീകരിച്ചത്. മാ വഖറ ഫിൽ ഖൽബ്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വഖാറത്താണ്. അതൊരു ഗൗരവമാണ്. മാതാപിതാക്കൾ ചെയ്യരുത് എന്നൊരു പറഞ്ഞ സംഗതി മക്കൾ മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ച് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഉപ്പയ്ക്ക് ആ ഉമ്മയ്ക്ക് 5 പൈസയുടെ വില കൊടുത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഗതി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കൺമുന്നിൽ വെച്ച് ചെയ്യുന്നു എന്നാണ്. ആ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ ആ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഭയമാണ് വഖാറത്ത്. ആ വഖാറത്ത് ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ട ആ വഖാറത്തിന്റെ ആഴം മനസ്സിൽ പതിഞ്ഞ ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ ഇസ്ലാം ആക്കുവാൻ കഴിയുകയുള്ളൂ. ജീവിതത്തെ ഇസ്ലാം ആക്കുവാൻ കഴിയുകയുള്ളൂ. ആ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഷഹാദത്ത്. ഷഹാദത്ത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരാശയമാണ്. നിസ്കാരം എന്താണ്? നമ്മൾ പറയും നിസ്കരിക്കാനുള്ളതാണ്. ഇസ്ലാം കാര്യങ്ങൾ പറയുമ്പോൾ നോമ്പ് അത് നിർവഹിച്ചു വിട്ടാനുള്ളതാണ്. ഹജ്ജ് അത് ചെയ്തു വിട്ടാനുള്ളതാണ്. സക്കാത്ത് അത് കൊടുക്കുവാനുള്ളതാണ്. എന്നാൽ ഇതിന്റെ ഒക്കെ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണ്? അത് ഷഹാദത്താണ്. ആ ഷഹാദത്ത് എന്തിനുള്ളതാണ്? ജീവിതത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല, ഓരോ സ്പന്ദനങ്ങളിലും ഉയർന്നു കാണേണ്ടതാണ് ഷഹാദത്ത്. നിസ്കാരങ്ങൾക്ക് സമയമുണ്ട്, സക്കാത്തിന് സമയമുണ്ട്, ഹജ്ജിന് സമയമുണ്ട്, നോമ്പിന് സമയമുണ്ട്. ഷഹാദത്തിന് സമയമില്ല. നമ്മുടെ ഓരോ സെക്കൻഡും ഷഹാദത്താവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ഷഹാദത്തിന്റെ മാർഗത്തിലേക്ക് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ സമർപ്പിച്ചവരായി മാറുന്നത്. ആ ചരിത്രമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം. ജീവിതത്തിന്റെ വരും വരായികളെ കുറിച്ച് ആലോചിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞ ഒരു കാര്യം സ്വീകരിക്കുന്നതിന്, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം അംഗീകരിക്കുന്നതിന്, അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിക്കുമെന്ന വരും വരായികളെ കുറിച്ച് ആലോചിക്കുന്നില്ല. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും പ്രശ്നം നമ്മൾ വരും വരായികളെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, ഏറ്റവും മഹത്തരമായ മാതൃക, വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ ഭൗതിക ജീവിതത്തിൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ ഷഹാദത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇസ്മായിൽ എന്ന പിഞ്ചു കുഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പ്രായാധിക്യത്തിലാണ് ലഭിക്കുന്നത്. 70 വയസ്സ് പിന്നിട്ടതിന് ശേഷമാണ് ഇസ്മായിൽ എന്ന കുഞ്ഞിന് ലഭിക്കുന്നത് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഏറെ പ്രായം ചെന്നിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയും വാർദ്ധക്യത്തില് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു കുട്ടിയെ കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ കൗതുകം ആ കുട്ടിയായിരിക്കും. പക്ഷെ ആദ്യം അള്ളാഹു ചെയ്യുന്നത് എന്താണ്? ആ കുട്ടിയെ കൊഞ്ചാനും ആ കുട്ടിയെ തലോടാനും ലാളിക്കുവാനും അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുക്കുന്നില്ല. പകരം എന്തു ചെയ്തു? പകരം മക്കയിൽ പോയി ഉപേക്ഷിക്കാൻ പറഞ്ഞു. ആലോചിക്കണം നിങ്ങൾ. ഇസ്മായിൽ എന്ന പിഞ്ചു കുഞ്ഞിനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെക്കുവാൻ തയ്യാറായ ഇബ്രാഹിം നബിയെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ആ കുട്ടിയും ആ പിതാവും തമ്മിലുള്ള ബന്ധം ഞാനും എന്റെ കുട്ടിയും തമ്മിലുള്ള ബന്ധമല്ല, നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിലുള്ള ബന്ധമല്ല. അകന്നു ആ കുട്ടി. ആ കുട്ടിയെ ലഭിച്ച് ലാളിച്ച് ഊതി മാറുന്നതിന് മുമ്പ് ആ കുട്ടിയെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുവാൻ പറഞ്ഞു. അകന്ന ഒരു കുട്ടി, ആ കുട്ടിയോടുള്ള ആഗ്രഹവും ആ കുട്ടിയെ കാണാനുള്ള മോഹവും എത്ര വലുതായിരിക്കും. ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗൾഫിലേക്ക് പോയ ഒരാളോട് ചോദിച്ചാൽ മതി അതിന്റെ മനസ്സംഘർഷം എത്രയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെ കിട്ടിയിട്ട് ആദ്യം അള്ളാഹു ചെയ്യുന്നത് ആ കുട്ടിയെയും ആ ഉപ്പയെയും തമ്മിൽ അകറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ വർദ്ധിച്ച ഇഷ്ടത്തോടുകൂടി നിൽക്കുന്ന ആ ഉപ്പയോടാണ് അള്ളാഹു പറഞ്ഞത് ഇനി ആ കുട്ടിയെ ബലിയറുക്കണം. സാധിക്കുമോ? അള്ളാഹുവെ എന്റെ നുബുവത്ത് തിരിച്ചെടുത്തോളൂ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഈ പ്രവാചകത്വത്തിന്റെ ഭാരം എനിക്കാവശ്യമില്ലെന്ന് പറയാമായിരുന്നു. പക്ഷേ സ്വീകരിച്ചു. ആ കുഞ്ഞിനെ മാത്രമല്ല മരുഭൂമിയിൽ കൊണ്ടുപേക്ഷിച്ചത്, പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്ത ഒരു പാവ ഉമ്മ കൂടി അവിടെയുണ്ട്. ആരാണ് ഹാജർ? ചരിത്രത്തിലെ ഒരു ഇതിഹാസമാണത്. ചരിത്രത്തിന്റെ മുകളിലാണ് ഹാജർ, ചരിത്രത്തിന്റെ ഉള്ളിലല്ല. ഹജ്ജ് ചെയ്യാൻ വരുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാരോട് അള്ളാഹു പറയുന്നു സഫയിലൂടെയും മറുവയിലൂടെയും ഓടണം എന്ന്. എന്തിനാണത്? ഹാജറയുടെ കഥ, ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ കഥ പുരാണമല്ല, ഇതിഹാസമല്ല, ചരിത്രത്തിന്റെ വെളിച്ചമുള്ള സംഭവമാണത്. ഇവിടെയാണ് ഇസ്മായിൽ കടന്നത്, ഇതിലൂടെയാണ് ഹാജർ ഓടിയത്, ഇവിടെയാണ് ഉറവ പൊട്ടി ഒഴുകിയത് എന്ന് എന്നോടും നിങ്ങളോടും പറയുന്നു. ഹാജർ ചരിത്രത്തിന്റെ മുകളിലാണ്. ഇസ്മായിലിന്റെ ഉമ്മ എന്നാണ് ഹദീസുകളിൽ മിക്കതിലും ഉപയോഗിച്ചത്, ഉമ്മു ഇസ്മായിൽ. എന്തുകൊണ്ട് ഹാജർ എന്ന് പ്രവാചക തിരുമേനി ഉപയോഗിച്ചില്ല? കാരണം ഹാജറിന് സ്വന്തമായൊരു പേരില്ല എന്നതുകൊണ്ടാണ്. ഹാജർ എന്ന് പറഞ്ഞാൽ എന്താ? ഹിജറ വന്നവൾ അല്ലെ? ബാബിലോണിൽ നിന്ന് മക്കയിലേക്ക് ഹിജറ വന്നത് കൊണ്ട് ഹാജർ എന്ന പേര് കിട്ടി. ബൈബിളിൽ ആഗാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഇസ്മായിലിന്റെ ഉമ്മയ്ക്ക് പേരില്ലാതായി? അതിന്റെ കാരണം ഇസ്മായിലിന്റെ ഉമ്മ ഒരടിമയായിരുന്നു എന്നതുകൊണ്ട്. അടിമകൾക്ക് പേരുണ്ടാകാറില്ല. യജമാനൻ എന്താണോ വിളിക്കുന്നത് അതാണ് അടിമയുടെ പേര്. യജമാനൻ എന്താണോ കൊടുക്കുന്നത് അതാണ് അടിമയുടെ ഭക്ഷണം. യജമാനൻ എന്താണോ സമ്മാനിക്കുന്നത് അതാണ് അടിമയുടെ വസ്ത്രം. പക്ഷേ 5000-ലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ബാബിലോണിൽ ജീവിച്ചിരുന്ന വെറുമൊരു കാപ്പിരി പെണ്ണ്, വെറുമൊരു അടിമ സ്ത്രീ, ലക്ഷോപലക്ഷം വരുന്ന കോടാനുകോടി വരുന്ന വിശ്വാസി ഹൃദയങ്ങളുടെ മുഴുവനും ആവേശമായി ചരിത്രത്തിന്റെ ഇങ്ങേ തലക്കൽ ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും പോലും മനസ്സിന്റെ പുളകമായി തീരുന്ന ആവേശമാണ് ഹാജർ. ആ ഹാജറിന്റെ പ്രതീകങ്ങളാണ് ഈ ചുറ്റും നിൽക്കുന്നത്. അവകാശ നിഷേധത്തിന്റെ പ്രതീകങ്ങളായി തീർന്നിരിക്കുന്നു ഇന്ന് സ്ത്രീകൾ അല്ലെ? ഡൽഹിയിലെ ചത്വരങ്ങളിൽ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ഒരുമിച്ചുകൂടി ബസ്സിൽ മാനഹാനിക്ക് വിധേയയായ ആ സഹോദരിക്ക് വേണ്ടി പോരാടുകയാണ്. ISMന്റെ ഈ സമ്മേളനം ഡൽഹിയിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ആ വിദ്യാർത്ഥി കൂട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട സമ്മേളനമാണ്. ഹാജറിന്റെ പ്രതീകമാണ് ഹാജർ. ഈ സ്ത്രീകൾ ഹാജറിന്റെ പ്രതീകമാണ്. ശരി, ഇബ്രാഹിം കുടുംബത്തിന്റെ ചരിത്രം നമ്മൾ അയവിറക്കിയത് സമർപ്പിതമായൊരു മനസ്സിന്റെ ഉദാഹരണമാണത്.
വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ, അള്ളാഹുവിന്റെ ആജ്ഞകളെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിന്റെ പേരാണത്. ജീവിതത്തിന്റെ ലക്ഷ്യവും അതാണ്. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? എന്താണ് ജീവിതത്തിന്റെ സമ്പാദ്യം? നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, എന്താണ് സമ്പാദ്യം, എന്താണ് എന്റെ സമ്പാദ്യം, എന്റെ സമ്പാദ്യം എന്താണ് എന്ന് ഞാൻ ആലോചിക്കുന്നതിലേറെ മറ്റുള്ളവർ എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. കുറച്ചു കാലം ഗൾഫിലൊക്കെ ജീവിച്ച ആൾക്കാണെങ്കിൽ ഈ ചോദ്യം നല്ലോണം കേൾക്കേണ്ടി വരും, എന്താണ് സമ്പാദ്യമെന്ന്. ഇത് ഏത് സമ്പാദ്യത്തെ കുറിച്ചാണ് സഹോദരങ്ങളെ? ഇത് നമ്മുടെ സമ്പാദ്യത്തെ കുറിച്ചല്ല. എന്നോട് എന്താണ് സമ്പാദ്യമുള്ളത് എന്ന് ഒരാൾ ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നല്ല, എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതും ഇതേ ചോദ്യമാണ്. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. ഓരോ ആളും ആലോചിക്കട്ടെ, തിരിഞ്ഞു നിന്ന് ഒന്ന് ചിന്തിക്കട്ടെ, എന്താണ് നാളേക്ക് വേണ്ടി സമ്പാദിച്ചത്. അത് നമ്മൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യമാണ്, മറ്റൊരാൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യമല്ല. അമലു സ്വാലിഹകളാണ് ജീവിതത്തിന്റെ നേട്ടം, അമലുകളല്ല. അള്ളാഹുവിന് വേണ്ടത് അമലുകളല്ല, അള്ളാഹുവിന് വേണ്ടത് അമലു സ്വാലിഹകളാണ്. അള്ളാഹുവിന് വേണ്ടത് അമലുകളല്ല, അള്ളാഹുവിന് വേണ്ടത് അമലു സ്വാലിഹകളാണ്. ഒരേ സൊഫിൽ 10 ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവും. ആ 10 ആളുകൾ ഒരേ പ്രവർത്തനമാണ് ചെയ്യുന്നത്. പക്ഷെ ആ 10 ആളുകൾക്കും 10 കൂലിയാണ്, 10 പ്രതിഫലമാണ്. എന്താണ് കാരണം? ആ ചെയ്ത പ്രവൃത്തിക്കാണ് പ്രതിഫലമെങ്കിൽ ആ 10 ആളുകൾക്ക് ഒരേ പ്രതിഫലം കിട്ടണം. പക്ഷെ ചെയ്ത പ്രവൃത്തിക്കല്ല പ്രതിഫലം, ആ ചെയ്തപ്പോഴുള്ള മനസ്സിനാണ് പ്രതിഫലം. അതാണ് അമലു സ്വാലിഹ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഖൗലുണ്ട്, ആത്മാർത്ഥത ഉള്ളവന് കുറച്ച് അമലുകൾ മതിയെന്ന്. ആത്മാർത്ഥത ഉള്ള ആൾക്ക് കുറച്ച് അമലുകൾ മതി എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ അമലുകൾ എന്ന പദവിയേക്കാളേറെ അമലു സ്വാലിഹ് ആകാൻ എത്ര പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. അമലുകളാണുള്ളത്. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്താൽ നിങ്ങൾ എന്നെ വന്ന് അഭിനന്ദിക്കുന്നു, ഉഷാറായി എന്ന് പറയുന്നു. പക്ഷെ എനിക്കറിയാം അതെത്രമേൽ നന്നായിട്ടുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ ഒരു അമല് സ്വാലിഹ് ആകണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം, വേറൊരാൾക്കും കഴിയാത്തതാണ്. നമ്മൾ തന്നെ വിചാരിക്കണം നമ്മുടെ അമല് എത്രമേൽ അമലു സ്വാലിഹ് ആയിട്ടുണ്ട് എന്ന്. ശരി, ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള വിചാരം, അത് വിശ്വാസം എന്നതിന്റെ അപ്പുറത്തേക്ക് ഉറപ്പ് എന്ന ഒരാശയത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ വല്ലാത്തൊരു ധന്യതയാണത്. അങ്ങനെ ഒന്ന് നിസ്കരിച്ചു നോക്കൂ നിങ്ങൾ. ഉറപ്പ് എന്ന ഒരാശയത്തിൽ അള്ളാഹുവിനെ മുന്നിൽ കണ്ട്, വിശ്വാസമല്ല, ഉറപ്പ് എന്ന ഒരർത്ഥത്തിൽ അള്ളാഹുവിനെ മുന്നിൽ കണ്ട് ഒന്ന് കൈകെട്ടി നോക്കൂ നെഞ്ചിൽ. ഒരു സെക്കൻഡ് പോലും നമ്മുടെ മനസ്സ് നിസ്കാരത്തിൽ പങ്കെടുക്കാതെ മാറിപ്പോവുകയില്ല. മനസ്സ് മുഴുവനും നിസ്കാരത്തിൽ ഉണ്ടാകും. എങ്കിൽ ആ ഒരു ജീവിതം എത്ര മഹത്തരമായിരിക്കും. ഉറപ്പ് എന്ന ഒരാശയത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കുമ്പോൾ ഇഷ്ടം നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ ബോധ്യപ്പെടുമ്പോൾ ഉള്ള ഒരാഹ്ലാദമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അല്ല പറഞ്ഞ എന്താണ്? അല്ല പറഞ്ഞു ഖലീലുല്ലാഹ്, എന്റെ സുഹൃത്താണ്, അല്ലെ? അള്ളാഹുവിന്റെ സുഹൃത്ത്, അള്ളാഹുവിന്റെ സുഹൃത്ത്. എപ്പോഴാണ് ഒരു സുഹൃത്ത് ഉണ്ടാവുന്നത്? ഇഷ്ടത്തിൽ നിന്നല്ലേ അതുണ്ടാവുന്നത്? പേടിയിൽ നിന്നാണോ ഉണ്ടാകുന്നത്? അല്ല, പേടിയിൽ നിന്നല്ല. പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള എഴുത്തുകൾ ഈ പേടിയിൽ നിന്നാണ് പലപ്പോഴും വട്ടം കറങ്ങുന്നത്. അതിൽ നിന്നൊന്നും മാറണം. പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ കഴിയണം. അള്ളാഹുവിന്റെ ദയയെ കുറിച്ച്, ആ സ്നേഹവായ്പിനെ കുറിച്ച്, മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഇഷ്ടം നമ്മൾക്ക് അള്ളാഹുവിനോട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തെ ബോധ്യപ്പെടണം. നമ്മുടെ തൊട്ട് അടുത്ത രാജ്യമായ നേപ്പാളിലെ പ്രസിദ്ധയായ സിനിമാ താരമാണ് പൂജാലാമ. പൂജാലാമ 5-6 മാസങ്ങൾക്ക് മുമ്പ് ഈ അടുത്ത് ഖത്തറിലേക്ക് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോകുമ്പോ 2 മണിക്കൂർ ഫ്ലൈറ്റ് വൈകി. ആ 2 മണിക്കൂർ നേരം എയർപോർട്ടിലിരിക്കുകയാണ്. സ്വാഭാവികമായും അടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല സുമുഖനായ സുന്ദരനായ ഒരു യുവാവ്, 27 വയസ്സ് മാത്രം പ്രായമുള്ള പൂജാലാമ ആ ചെറുപ്പക്കാരനുമായിട്ട് വളരെ പെട്ടെന്ന് സൗഹൃദത്തിലായി. നല്ല കമ്പനിയായി അവര്. ആ സൗഹൃദത്തെ എങ്ങനെ വേണമെങ്കിലും അഹമ്മദ് മുനീർ എന്ന ആ ചെറുപ്പക്കാരന് ദുരുപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷേ കിട്ടിയ സമയം മുഴുവനും പൂജാലാമ എന്ന പ്രസിദ്ധയായ
പ്രസിദ്ധിയുടെയും സമ്പന്നതയുടെയും സൗകര്യങ്ങളുടെയും നിറകുംഭങ്ങളിൽ ജീവിക്കുന്ന പൂജാലാമ എന്ന സിനിമാ നടിയോട് അഹമ്മദ് മുനീർ സംസാരിച്ചത് ആകാശഭൂമികൾക്കിടയിലെ ഏറ്റവും നല്ല കാര്യമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു തെറ്റും ഏതൊരു പാപവും നിങ്ങൾക്ക് ആരിൽ നിന്നും മറച്ചു വെക്കാം, എനിക്ക് മറച്ചു വെക്കാം. ഒരേ പുതപ്പിനുള്ളിൽ കഴിയുന്ന ഭാര്യയെ അതിമനോഹരമായി പറ്റിക്കാം, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവിനെ അതിലേറെ മനോഹരമായി ചതിക്കാം. പരസ്പരം ചതിച്ചും പരസ്പരം വഞ്ചിച്ചും പരസ്പരം നിന്ദിച്ചും ജീവിക്കുന്ന ഒരു ലോകമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന എത്ര സ്വകാര്യമായ ഒരു പാപവും എത്ര സൂക്ഷ്മമായ ഒരു തെറ്റും ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ കണ്ണുകളിൽ നിന്നും ക്യാമറയിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞാലും അത് കണ്ടുകൊണ്ട് ഒരാളുണ്ട് എന്ന കാര്യം പൂജാലാമയ്ക്ക് നിഷേധിക്കുവാൻ കഴിയുമോ എന്നാണ് അഹമ്മദ് മുനീർ ചോദിച്ചത്. 27 വയസ്സായപ്പോഴേക്ക് 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച സ്ത്രീയാണ് പൂജാലാമ. ബോധം നഷ്ടപ്പെടുന്നത് വരെ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് അവരെ കുറിച്ച് തന്നെ അവർ പറഞ്ഞത്. ഈ ഒരു ചോദ്യം, ദൈവത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി എന്നോട് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല എന്നാണ് പൂജാലാമ പറഞ്ഞത്. ആ ചോദ്യം എന്റെ മനസ്സിൽ വന്ന് തെറിച്ചു. ഞാൻ ദൈവത്തെക്കുറിച്ച് കൂടുതലായി ചോദിച്ചു. സ്വാഭാവികമായും ഇസ്ലാമിനെ കുറിച്ച് ചർച്ച തുടർന്നു. ഇസ്ലാമിന്റെ വശ്യമനോഹരമായ ആശയധാരകളിലേക്ക് അഹമ്മദ് മുനീർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. പൂജാലാമ ഖത്തറിലെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചു വന്ന് പത്രക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി പറഞ്ഞു, മക്കനെ അണിഞ്ഞപ്പോൾ കൂടുതൽ സുന്ദരമായ മുഖത്തോടുകൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇനി എന്റെ പേര് പൂജാലാമ എന്നല്ല, എന്റെ പേര് അംന ഫാറൂഖിയാണ് എന്ന്. ഇന്ന് നേപ്പാളിലെ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ വിദ്യാഭ്യാസപരമായ സാമൂഹികമായ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ആ പഴയ സിനിമാ താരം. നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടത് നടന്നില്ല. എന്താണ് പൂജാലാമയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അള്ളാഹുവിനെ കുറിച്ച് ഹൃദയത്തിന്റെ ഭാഷയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ കഴിഞ്ഞ ഒരു പ്രബോധകന്റെ വിജയമാണത്. എത്ര യാത്രകൾ നമ്മൾ ചെയ്യുന്നു, എത്രയെത്ര മനുഷ്യരെ കണ്ടുമുട്ടുന്നു. ഈ ഒരു സന്ദേശം ഹൃദയത്തിന്റെ ഭാഷയിൽ കൈമാറുവാൻ നമുക്ക് സാധിച്ചോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ദഅവത്ത് ഷഹാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കോട്ടയം ജില്ലയിലെ നമ്മുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ സ്നേഹ സന്ദേശം സ്വീകരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ മാജിക്? നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി ഒരു ദിവസം. അദ്ദേഹം പ്രബോധനത്തിന് വേണ്ടി പോയപ്പോ, ദഅവത്തിന് വേണ്ടി പോകുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ പോയി. എന്താണ് അദ്ദേഹത്തിന്റെ മാജിക് എന്നറിയാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ പ്രബോധന പ്രവർത്തനത്തിൽ പങ്കെടുത്ത് ആ സുഹൃത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മാജിക് വേറൊന്നുമല്ല, അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഹൃദയം കൊണ്ടാണ്, നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. നാവ് കൊണ്ട് മാത്രം പറയുന്ന വാക്കുകൾ ചെവിയിൽ വന്നേ തട്ടു, ഹൃദയം കൊണ്ട് പറയുന്ന വാക്കുകൾ ഹൃദയത്തിലാണ് തട്ടുന്നത്. ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കട്ടെ. ആരാണ് ഇലാഹ്? ആരാണ് ഇലാഹ്? നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ഇലാഹ്. അതാരാണോ അതാണ് നമ്മുടെ ഇലാഹ്. അത് ജോലിക്ക് വേണ്ടിയാണെങ്കിൽ അതാണ്, പണത്തിന് വേണ്ടിയാണെങ്കിൽ അതാണ്, വേറെ വല്ലതിനും വേണ്ടിയാണെങ്കിൽ അതാണ്. രാവിലെ 5 മണിക്ക് ഞാനോ നിങ്ങളോ എഴുന്നേൽക്കുന്നത് ജോലിക്ക് പോകാനാണെങ്കിൽ അത് ഇഷ്ടത്തോടു കൂടിയാവാം. അല്ലെങ്കിൽ നല്ലൊരു വിനോദത്തിന് വേണ്ടിയാണെങ്കിൽ എത്ര തണുപ്പുള്ള പ്രഭാതത്തിലും നമ്മൾ ഇഷ്ടത്തോടു കൂടി ഉണരും, അല്ലെ? എന്നാൽ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ബിമാ ജിഅതു ബിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ഒരു വചനമാണത്. ലാ യുഅ്മിനു അഹദുക്കും, ഈമാൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നോട് നിങ്ങളോട് ഈമാൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവിടേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. ഏതുവരെ? ഹത്താ യകൂന ഹവാഉ, നിങ്ങളുടെ ഇഷ്ടം തബഅൻ ബിമാ ജിഅതു ബിഹി, ഞാൻ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാകണം. നിസ്കരിക്കുന്ന 3-4 മിനിറ്റ് ഒരു ദിവസത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയമാകണം.
നിസ്കരിക്കുവാൻ വേണ്ടി പോകുന്ന ആ നടത്തം, ആ യാത്ര നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സമയമാകണം. അതാണത്. എങ്കിൽ ആ ഒരു ഇഷ്ടത്തോടു കൂടി ഇസ്ലാമിനെ സ്വീകരിക്കുവാനും ദീനിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ മുന്നേറുവാനും നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് വിജയം. ഇസ്ലാമിനെ പല രീതിയിലാണെന്ന് വായിക്കുന്നത്, പല രീതിയിൽ ഇസ്ലാമിനെ നോക്കിക്കാണുന്നു. ചില ആളുകൾ പറയുന്നു കുറെ ആചാരങ്ങളാണ് ഇസ്ലാം, വേറെ ചില ആളുകൾ പറയുന്നു കുറച്ച് അനുഷ്ഠാനങ്ങളാണ് ഇസ്ലാം, വേറെ ചില ആളുകൾ ഇസ്ലാമിനെ ഒരു സാംസ്കാരിക സംഘടനയാക്കി മാറ്റുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം? വിശുദ്ധ ഖുർആനും ഹദീസും മുന്നിൽ വെച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇസ്ലാം ഇസ് കൾച്ചർ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരമാണ്. ഒരാളുടെ സ്വകാര്യ ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, അയൽപ്പക്ക ബന്ധങ്ങളെ, രാഷ്ട്രീയ ബന്ധങ്ങളെ, സാമൂഹിക ബന്ധങ്ങളെ എല്ലാം സ്വാധീനിക്കുന്ന ഒരു കൾച്ചറാണ് ഇസ്ലാം, അല്ലെ? ആ ഒരു കൾച്ചറിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ അയാൾ ഒരു മുസ്ലിം എന്ന നിലക്കും ഒരു പ്രബോധകൻ എന്ന നിലക്കും വിജയിച്ചു. നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചവുമായി ആദ്യമായി കടന്നു വന്ന ആളുകൾ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് വലിയ ശബ്ദത്തിലൊന്നായിരുന്നില്ല, വലിയ പ്രസംഗങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ആയിരുന്നില്ല, മറിച്ച് ഹൃദയത്തിന്റെ ഭാഷയിലായിരുന്നു. ഡോക്ടർ KM പണിക്കർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വൈകുന്നേരമായാൽ ഈ അമുസ്ലിങ്ങളായ ആളുകളുടെ, കൊടുങ്ങല്ലൂരിലെ ഹിന്ദു കുടുംബങ്ങളുടെ വാതിലിൽ വന്ന് ഇവര് മുട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന സോളിഡാരിറ്റിയുടെ അഭിവന്ദ്യനായ ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് വേളമാണ് നമ്മുടെ സദസ്സിലേക്ക്, നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നത്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൊടുങ്ങല്ലൂരിലെ ഹിന്ദു കുടുംബങ്ങളുടെ വീട്ടിൽ ഈ അറബികളായ ആളുകൾ വൈകുന്നേരം വന്ന് വാതിലിൽ മുട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ ഈ മാപ്പിളമാരാണ്. അവരോട് ചോദിക്കും, എന്താണ് ഈ സന്ധ്യാസമയത്ത്? അവരുടെ കൂടെ അറബിയും മലയാളവും അറിയുന്ന ദ്വിഭാഷികൾ പറഞ്ഞു കൊടുക്കും, ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അയൽപ്പക്കത്തുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തണമത്രേ, അതിനുവേണ്ടി വന്നതാണ്. ഹിന്ദുക്കളായ ആളുകളും കച്ചവടം നടത്തും, ഈ അറബികളായ ആളുകളും കച്ചവടം നടത്തും. ഒരേ സാധനമാണ് കച്ചവടം നടത്തുക. ഈ അറബികൾ ഒരു ദിവസം 10 രൂപ കിട്ടണം എന്നാണ് വിചാരിച്ചതെങ്കിൽ രാവിലെ 11 മണിയാകുമ്പോഴേക്ക് 10 രൂപ കിട്ടിയാൽ കട പൂട്ടും. കടയിലേക്ക് വരുന്നവരോട് പറയും, ഇനി അവിടുന്ന് വാങ്ങിക്കോളൂ. ആ കച്ചവടം നടത്തിയ ഒരാളായിരുന്നു അപ്പു. 10 രൂപ കിട്ടണമെന്ന് വിചാരിച്ച ആളുകൾ 11 രൂപയാകാൻ കാത്തിരിക്കുന്നില്ല എന്ന്. അങ്ങനെയാണ് ഈ സംസ്കാരത്തിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അപ്പു എന്ന ഒരാളും അദ്ദേഹത്തിന്റെ കുടുംബവും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പ്രവാചക തിരുമേനിയുടെ ഒരു ശിഷ്യൻ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ ഭക്ഷണം ഇട്ട് കൊടുക്കുമെന്ന്. അപ്പൊ ആരോ വന്ന് ചോദിച്ചു, എന്താണിത്? അദ്ദേഹം പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടില്ലേ? വിശക്കുന്ന അയൽവാസി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാര് മാത്രമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്ന പ്രവാചക തിരുമേനിയുടെ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങിയ ഒരു സ്വഹാബിവര്യന്റെ മനസ്സ് ഏത് ഭാഷ കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കും, ഏത് ശൈലി കൊണ്ട് വർണ്ണിക്കും? അതാണ് ഇസ്ലാമിന്റെ കൾച്ചർ. ആ കൾച്ചറിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ. വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയവരിൽ ഒരാളായ മുഹമ്മദ് മർമഡ്യൂക്ക് പിക്താൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായി ഗൾഫ് രാജ്യത്തെവിടെയോ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു രാവിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിന് താഴെ ബഹളം കേൾക്കുന്നു. അദ്ദേഹം ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ നല്ല തടിമിടുക്കുള്ള ഒരു യുവാവിനെ വൃദ്ധനായ ഒരാൾ മർദ്ദിക്കുന്നു, അടിക്കുന്നു. ഇയാൾ അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല. ആൾ ഒരുപാട് അടിച്ച് മർദ്ദിച്ച് അയാൾക്ക് മതി വന്നപ്പോ അയാളോട് നിന്ന് പോയി. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് പിക്താൾ ചോദിക്കാണ്, എന്താണ്, നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്നിട്ട് നിന്നെ അദ്ദേഹം ഇങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ട് എന്താ നീ അങ്ങോട്ടൊന്നും ചെയ്യാത്തത്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു, അത് തിരിച്ചു കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി, ആ ദേഷ്യം കൊണ്ട് വന്ന് അടിച്ചതാണ്. കടം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഖുർആൻ അത്ര പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രായം ചെന്ന ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത് അതിലേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വല്ലതും ചെയ്താൽ ഞാൻ 2 തെറ്റുകൾ ചെയ്തവനാകും. കടം തിരിച്ചു കൊടുത്തില്ല എന്നുള്ള തെറ്റും, പിന്നെ പ്രായം ചെന്ന ഒരാളെ മർദ്ദിച്ചു എന്ന തെറ്റും. ഈയൊരു വാക്കാണ് പിക്താളിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള അന്വേഷണങ്ങള്, പ്രവാചകനെ കുറിച്ചുള്ള അന്വേഷണങ്ങള് അദ്ദേഹത്തെ ഇസ്ലാമിൽ കൊണ്ടെത്തിച്ചു എന്ന് മാത്രമല്ല, മുഹമ്മദ് മർമഡ്യൂക്ക് പിക്താൾ എന്ന വിശ്രുതനായ എഴുത്തുകാരനും ഖുർആൻ വ്യാഖ്യാതാവുമായി ഇസ്ലാമിക ലോകം ഇന്നും ഓർക്കുന്ന പണ്ഡിത വ്യക്തിത്വമായി പിക്താൾ മാറി.
1936 കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ 6ാമത് സമ്മേളനം തലശ്ശേരിയിൽ വെച്ച് നടന്നപ്പോൾ അതിലെ മുഖ്യ ആളായിരുന്നു ഞാൻ സൂചിപ്പിച്ചത്. ഇസ്ലാമിന്റെ ഈ കൾച്ചറിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹുവിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാൻ നമുക്ക് കഴിയട്ടെ. എവിടെയാണ് നമുക്കിത് നഷ്ടപ്പെട്ടു പോയത്? മതപ്രഭാഷണ വേദികൾ ഇന്ന് പരസ്പരമുള്ള ആക്ഷേപങ്ങളുടെയും തെറിവിളികളുടെയും പരസ്പരമുള്ള കോലാഹലങ്ങളുടെയും വേദികളായി മാറിയിരിക്കുന്നു. പൊതുജനങ്ങൾക്കൊരു ശല്യമായി മാറിയിരിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരെ പ്രബോധന രംഗത്ത് കാണാതായിരിക്കുന്നു. ആ ഒരു സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട ഈ കുടുംബാംഗങ്ങളോട് ഒരനുജൻ എന്ന നിലക്ക് പറയാനുള്ള, ആവശ്യപ്പെടാനുള്ള, അഭ്യർത്ഥിക്കുവാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ദീനിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ദീനിൽ എത്തിപ്പെട്ടു എന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് എങ്കിൽ, ഇന്ന് ഈ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നല്ല പ്രബോധകരെയാണ്. കാലത്തിന്റെ ഭാഷയറിയുന്ന പ്രബോധകരെ, സ്വന്തം കാലിൽ നിൽക്കുന്ന പ്രബോധകരെ, സമൂഹത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുവാൻ കഴിയുന്ന പ്രബോധകരെ, പുതിയ ടെക്നോളജിയെ അറിയുന്ന പ്രബോധകരെ, പുതിയ കാലത്തെ വായിക്കാൻ കഴിയുന്ന പ്രബോധകരെ, ഹൃദയത്തിന്റെ ഭാഷയിൽ ചിന്തകൾ കൈമാറാൻ കഴിയുന്ന പ്രബോധകരെ, അവരെ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന മക്കളെ, ആൺകുട്ടിയെ പെൺകുട്ടിയെ, ഇസ്ലാമിക ലോകത്തെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് കൈമാറാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് ഇസ്ലാമിക ലോകം, പ്രബോധന രംഗം മുല്ലമാരുടെ കൈകളിലല്ല, പ്രൊഫഷണലുകളുടെ കൈകളിലാണ്. സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന പ്രൊഫഷണൽ രംഗത്തുള്ള ചെറുപ്പക്കാരാണ് ഇസ്ലാമിക ലോകത്തെ പ്രബോധന പ്രവർത്തനം ആത്മാഭിമാനത്തോടുകൂടി, മുസ്ലിമാണ് എന്ന അഭിമാനത്തോടുകൂടി ഇസ്ലാമിക ലോകത്ത് പ്രബോധന രംഗം അവരുടെ കയ്യിലാണ്. എത്ര മനോഹരമായി പ്രബോധന രംഗത്തെ അവർ കൊണ്ടുപോകുന്നു. ആ ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് വളർന്നു വരണം. പ്രബോധന പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കഴിവും പ്രതിഭയുമുള്ള മക്കളെ നമുക്ക് വേണം. അവർ ഡോക്ടർ ആവട്ടെ, അവർ എഞ്ചിനീയർ ആവട്ടെ, അവർ പത്രപ്രവർത്തകരാകട്ടെ, അവർ അധ്യാപകരാകട്ടെ, അവരെന്തുമാകട്ടെ, അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള എല്ലാ മേഖലകളിലേക്കും അവർ ഉയർന്നു പൊങ്ങുമ്പോഴും അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ക്ഷണം ആത്മാഭിമാനത്തോടുകൂടി നിർവഹിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ. ആ പ്രബോധന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിന്റെ അന്തസ്സാർന്ന ഒരു വഴിയായി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ചരിത്രത്തിന്റെ പിന്നിൽ നിന്ന് നമുക്ക് ആവേശം ചൊരിയുന്ന നമ്മുടെ മഹത്തരായ നേതാക്കളോടുള്ള കടപ്പാട് നമ്മൾ നിർവഹിക്കേണ്ടത് അങ്ങനെയാണ്. പ്രബോധന പ്രവർത്തനം കാലത്തെ വായിച്ചുകൊണ്ടും കാലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുമാകണമെന്ന് ഏറ്റവും കൂടുതൽ നമ്മളോട് പറഞ്ഞത് മർഹൂം അബൂബക്കർ കാരക്കുന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ അതായിരുന്നു, അദ്ദേഹത്തിന്റെ ആലോചനകൾ അതായിരുന്നു. ഒരു മുഴം മുന്നിലേക്ക് ചിന്തിക്കുവാനും കാലത്തിന്റെ മുകളിലേക്ക് തളർത്തു നിന്നുകൊണ്ട് സ്വപ്നങ്ങൾ വിതറുവാനും കഴിയുന്ന പ്രബോധകരെ വേണമെന്നാണ് കാരക്കുന്ന് നമ്മളോട് പറഞ്ഞു പോയത്. ആ ജീവിതം മുഴുവനും അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ മുഴുകി 46 വയസ്സ് ഈ ലോകത്ത് ജീവിച്ച് തീർന്നപ്പോഴേക്കും വലിയ ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, വലിയ ഒരായുഷ്കാലം കൊണ്ട് നേടാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ യൗവനം തീർന്നു പോകുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയപ്പോഴും വലിയ സ്വപ്നങ്ങൾ നമ്മുടെ മേൽ വിതറിക്കൊണ്ടാണ് കാരക്കുന്ന് തിരിച്ചുപോയത്. 47ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. അതിൽ 9 വർഷവും അദ്ദേഹം ജയിലിലുമായിരുന്നു. എത്ര കുറഞ്ഞ പ്രായമാണ്! ISM-ന്റെ ഏറ്റവും വലിയ ആവേശകരമായ മുൻഗാമികളാണ് മുഹമ്മദ് അബ്ദുറഹിമാനും മുഹമ്മദ് അബ്ദുറഹിമാന്റെ പിറകിൽ ആവേശകരമായ പിൻഗാമിയായി കടന്നു വന്ന അബൂബക്കർ കാരക്കുന്ന്. അവർ രണ്ടുപേരും നമ്മളോട് പറഞ്ഞത് തോൽക്കേണ്ടി വന്നേക്കാം, പക്ഷേ ഒരാളുടെ മുന്നിലും നട്ടെല്ല് വളക്കരുത് എന്നാണ്. ഒരാളുടെ മുന്നിലും അഭിമാനം പണയപ്പെക്കരുത് എന്നാണ്. തോറ്റു മടങ്ങേണ്ടി വന്നാലും നട്ടെല്ല് വളക്കാൻ തയ്യാറല്ലാത്ത ഒരു യുവ സമൂഹത്തെയാണ് അബൂബക്കർ കാരക്കുന്ന് പടുത്തുയർത്തിയത്. സമ്മേളന സുവനീർ ഈ സമ്മേളന സ്റ്റേജ് വേദിയിലേക്ക്, ഗ്രൗണ്ടിലേക്ക് വണ്ടിയിലെത്തിയപ്പോൾ ഞാൻ ഒന്നാമത്തെ സോവനീർ എടുത്തിട്ട് ആദ്യം കൊണ്ടുപോയി കൊടുത്തത് പ്രിയങ്കരനായ ജ്യേഷ്ഠൻ ജലീൽ മാഷിനാണ്. അദ്ദേഹം ആ സോവനീർ ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് അതിൽ കാരക്കുന്നിന്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പേജുകൾ അവിടെ നിന്നു. അദ്ദേഹത്തിന്റെ മറിക്കൽ അവിടെ അവസാനിച്ചു. എന്നിട്ട് അതൊന്ന് വായിച്ചു. പേടിയുള്ളവർക്ക് വേറെ പോകാം എന്നാണ്
അതിന് തലക്കെട്ട് കൊടുത്തത്. പേടിയുള്ളവർക്ക് വേറെ പോകാം. ആ പ്രസംഗം വായിച്ച് ഒന്ന് മനസ്സുകൊണ്ട് വായിച്ചിട്ട് അവിടെയുള്ള മറ്റൊരു സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതൊന്ന് കേൾക്കണം, ഇത് കാരക്കുന്നിന്റെ പ്രസംഗമാണ്. എന്നിട്ടത് വായിച്ചു. ISM 40-ാം വാർഷിക സമ്മേളനത്തിൽ കാരക്കുന്ന് നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗം വായിക്കാൻ തുടങ്ങി ജലീൽ മാഷ് കരഞ്ഞുപോയി. വിതുമ്പി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുപോയി. ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ സ്നേഹം തുളുമ്പിയിട്ട് കരയാൻ കഴിയുക എന്നത് ഒരു ചെറിയ പ്രവർത്തനമല്ല. അനുയായികൾക്ക് പകരം അനിയന്മാരെ ഉണ്ടാക്കിയ ആളുകളാണ് കാരക്കുന്നും ജലീൽ മാഷും പ്രിയങ്കരനായ മുജീബുർ റഹ്മാൻ കിനാലൂരും. അനുയായികളെ അല്ല അവരുണ്ടാക്കിയത്, അനിയന്മാരെയാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ചരിത്രത്തിന്റെ മുൻഗാമികൾ നമ്മുടെ മുന്നിൽ എന്നും ആവേശമാകട്ടെ. അവരുടെ ജീവിതത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചല്ല അവർ സ്വപ്നം കണ്ടത്, ഒരു വലിയ സമൂഹത്തെ കുറിച്ചാണ്. ഒരു വലിയ സമൂഹത്തെ കുറിച്ച്. അമ്മയ്ക്ക് കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്ക് കണ്ണും കരുത്തും കൊടുത്തവൻ. അമ്മയ്ക്ക് കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്ക് കണ്ണും കരുത്തും കൊടുത്തവൻ. പ്രിയമുള്ളതെല്ലാം ഒരു ഉജ്ജ്വല സത്യത്തിനൂർജമായി ഊറ്റിയോൻ രക്തസാക്ഷി. പ്രിയമുള്ളതെല്ലാം ഒരു ഉജ്ജ്വല സത്യത്തിനൂർജമായി ഊറ്റിയോൻ രക്തസാക്ഷി. എനിക്ക് ഈ പ്രസ്ഥാനം കൊണ്ട് എന്ത് കിട്ടിയെന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ, എന്നെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എന്ത് കിട്ടിയെന്ന് ഓരോ നിമിഷവും ആലോചിച്ച് പുതിയ കാൽവെപ്പുകളിലേക്ക് ധീരമായി കടന്നു പോകാൻ ഈ യുവസമൂഹത്തിന് കഴിയട്ടെ എന്ന് മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിച്ച്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദ് വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രബോധന രംഗത്ത് കരുത്തും കാര്യബോധവും കൈവിടാതെ, കർമ്മപദത്തിൽ കാലിടറാതെ ജീവിതം സമർപ്പിതമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഹൃദയസ്പർശിയായ വാക്കുകൾ സമ്മാനിച്ച PMA ഗഫൂറിന് പ്രത്യേക നന്ദി. പഠന സെഷനിൽ അടുത്തതായി